എന്താണ് സത്യം? ദൈവത്തിന്റെ വചനമാണ് സത്യം. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ വചനം സത്യമായിരിക്കെ എങ്ങനെ വചനവിരുദ്ധമായ ആചാര അനുഷ്ഠാനങ്ങൾ കർത്താവിന്റെ സഭയുടെ അകത്ത് കയറി? ദൈവമക്കൾ അറിയണം, ഇന്നീ കാണുന്ന ആചാര അനുഷ്ഠാനങ്ങളെല്ലാം എങ്ങനെയാണ് കർത്താവിന്റെ സഭയുടെ അകത്ത് സ്ഥാനം പിടിച്ചതെന്ന് അറിയണം. AD 3-ാം നൂറ്റാണ്ടോടെ പുരോഹിതന്മാർ ബലിയർപ്പണം ആരംഭിച്ചു. സിപ്രിയാനാണ് അത് ആരംഭിച്ചത് 3-ാം നൂറ്റാണ്ടോടുകൂടി. അപ്പൊ അതുവരെ ബലിയർപ്പണമല്ലായിരുന്നോ കർത്തൃമേശ, അപ്പം നമുക്ക് ശുശ്രൂഷയായിരുന്നു. അതൊക്കെ സ്തോത്രം. ഇതിപ്പോ പെട്രോളിന് വില കൂടുന്നതനുസരിച്ച് ബലിക്കും വില കൂടിയിരിക്കുക. സ്തോത്രം. 100 രൂപയുടെ കുർബാന ഞാൻ ചൊല്ലിയിട്ടുണ്ട്. 100 രൂപയുടെ കുർബാന. ഇന്ന് 100 രൂപ കൊടുത്ത ഒരു കുർബാനയും കിട്ടത്തില്ല. സ്തോത്രം. സത്യം പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിഷമമുണ്ടാകും. നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും വിഷമില്ല. സ്തോത്രം. കർത്താവ് അർപ്പിച്ച ബലിയുടെ പ്രത്യേകത എബ്രായലേഖനം 10-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിക്കാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാപ്പോഴോ കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷീകരിക്കുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനുള്ള നിയമം ഇങ്ങനെയാകുന്നു: എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിന്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്ന് അരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. എബ്രായർക്കുള്ള ലേഖനം എഴുതിയത് പരിശുദ്ധാത്മാവാണ്. ബൈബിളിലെ ഓരോ പുസ്തകവും എഴുതിയത് പരിശുദ്ധാത്മാവാണ്. എബ്രായ ലേഖനം ഈ വിശുദ്ധ പൗലോസ് തന്നെയാണ് എഴുതിയത്. എറണാകുളം വൈപ്പിൻ ആ ഭാഗത്ത് ഒരു കുടുംബം ജോസ്ഥാനത്തനം പ്രധാന്റെ ധ്യാനകൂടാൻ പോയി. കാഞ്ഞിരപ്പള്ളി അവർ പള്ളിയിലെ പ്രാധാന്യങ്ങളായിരുന്നു. പക്ഷെ എല്ലാ കാര്യത്തിനും വളരെ ആക്റ്റീവായിരുന്നു. അവര് ധ്യാനത്തിന് പോയി സത്യം അറിഞ്ഞു. ധ്യാനത്തിന് പോയതിനു ശേഷം പിന്നെ അവർ പള്ളിയിൽ പോകത്തേ. ആളുകൾ പള്ളിയിൽ കാണാത്തത് കൊണ്ട് ഒച്ചച്ചൻ അന്വേഷിച്ച് വീട്ടിൽ പോകാം. അല്ലെങ്കിൽ നിങ്ങള് പള്ളി കാണുന്നതല്ല. എഴുത്ത് പറഞ്ഞു, അച്ഛാ ഞങ്ങള് സത്യം അറിഞ്ഞു. സത്യം എന്ത് സത്യം? ബൈബിൾ എടുത്ത് കാണും. ഈ എബ്രായ ലേഖനം 10-ാം അധ്യായം. കൊച്ചു പറയണേ. അപ്പോ മൂത്ത മകനും പറഞ്ഞു, അച്ഛാ എന്നതേക്കുള്ള ബലിയർപ്പണം കഴിഞ്ഞു. കണ്ട, എനിക്കൊരു ബലിയർപ്പണമില്ല. അപ്പൊ പള്ളി നടക്കുന്നത് വചനത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ്. അവിടെ കൊച്ചു പറഞ്ഞത്, എടാ മണ്ട, എബ്രായ ലേഖനം എബ്രായർക്കുള്ളതണ്ട. ഈ 60-ാം പുസ്തകം വെളിപ്പാട് മുതൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഏതെങ്കിലും പ്രത്യേക ജനത്തിന് വേണ്ടിയുള്ളതല്ല. ഈ ലോകത്തിൽ 800 കോടി ജനങ്ങളുണ്ട്. 800 കോടി ജനത്തിനും വേണ്ടിയുള്ളതാണ് ഈ പുസ്തകം. വചനം പറയുന്നു, എന്നേക്കുമുള്ള ബലിയർപ്പണം കഴിഞ്ഞു, ഇനിയൊരു ബലിയർപ്പണമില്ല. സ്തോത്രം. പല ടൈപ്പ് കുർബാനയുണ്ട്. സാധാരണ കുർബാന, 5 കുർബാന, 7 കുർബാന. 5 കുർബാന 7 കുർബാനയൊക്കെ വല്ല വൃത്തമുണ്ടാകും.
അഞ്ചച്ചന്മാരും ഏഴച്ചന്മാരും പിന്നെ ഒത്തിരി പിന്നെ ഒരു കുർബാനയുണ്ട്, ഗ്രിഗോറിയൻ കുർബാന മാസ്. ഒരു മാസം ഒരു വ്യക്തിക്ക് വേണ്ടി സ്റ്റോപ്പില്ലാതെ ചൊല്ലുന്നത്. അതിന് പ്രത്യേക റേറ്റാണ്. 2 ഗ്രിഗോറിയൻ കുർബാന ഞാൻ ചൊല്ലിയിട്ടുണ്ട്. ഒരു വ്യക്തി. ഒന്ന് തിരുവനന്തപുരം ശാന്തിപുരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ആന്റി, ഞാൻ UK ചെന്നപ്പോ ആന്റിയുടെ അവർക്ക് വേണ്ടി സമർപ്പിച്ചതാണ് അത്. അടുപ്പിച്ച് 30 ദിവസം കുർബാന അർപ്പിച്ച കുർബാനയിൽ ഒരൊറ്റ കുർബാന കൊണ്ട് ഈ വ്യക്തി നിത്യതയിൽ പോയില്ല എന്നുള്ള തെളിവ്. എന്റെ അമ്മ മരിച്ചപ്പോ കപ്പുച്ചൻ സഭയിലെ അച്ഛന്മാർ വന്നാണ് അമ്മയുടെ ബോഡി അടക്കം ചെയ്തു. പള്ളിയിൽ സെമിത്തേരി കുർബാന ചൊല്ലിയാണ് അമ്മ അടക്കിയത്. അന്ന് ഞാൻ അതിൽ സംബന്ധിച്ചില്ല. കാരണം ഞാന് കത്തോലിക്ക സഭ പോയിട്ട് പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നു. പക്ഷെ ഞാൻ പള്ളിയിനകത്തോട്ട് കുർബാനയിൽ എനിക്ക് ചാടി ഇറങ്ങി പോയി ഇതെന്നല്ല, ഞാൻ ആ പ്രാർത്ഥനയിൽ സമ്മതിച്ചു. അത് കഴിഞ്ഞാൽ 7ന്റെ ഒരു കുർബാനയുണ്ട്. 7 കാഴ്ച ഇല്ലേ? അത് എല്ലാവർക്കും അറിയാലല്ലേ? 7 കഴിഞ്ഞ് പിന്നെ ഒരു 30 കുർബാന. 30 കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോ 6 മാസം കഴിഞ്ഞപ്പോ പിന്നെ ആണ്ടിന്റെ കുർബാന. 7 മരണത്തിന്റെ അന്ന് അർപ്പിച്ച കുർബാനയിൽ അമ്മ പോയില്ല എന്നുള്ളതിന്റെ തെളിവാണ് 7 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും ഒരു കുർബാന എന്റെ അമ്മയ്ക്ക് വേണ്ടി ചൊല്ലി. 7 കഴിഞ്ഞപ്പോൾ അമ്മ നിത്യതയിൽ എത്തിയില്ല എന്നുള്ളതിന്റെ തെളിവാണ് 30 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും ഒരു കുർബാന അമ്മയ്ക്ക് വേണ്ടി ചൊല്ലി. ഈ 30 കഴിഞ്ഞ് അമ്മ നിത്യതയിൽ എത്തിയില്ല എന്നുള്ള തെളിവാണ് 6 മാസം കഴിഞ്ഞപ്പോ പിന്നെ ഒരു കുർബാന അവിടെ ചൊല്ലി. ഈ 6 മാസത്തിനുള്ളിൽ അമ്മ അവിടെ എത്തിയില്ല എന്നുള്ള തെളിവാണ് 6 വർഷമായപ്പോ ആണ്ടിന്റെ കുർബാന ചൊല്ലി. ആണ്ടിന് അമ്മ പോയില്ല എന്നുള്ള തെളിവാണ് ആണ്ടോടാണ്ട് അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് അർത്ഥമുണ്ട്. എന്നതിനേക്കാൾ ബലിയർപ്പണം നിന്നും എന്ന് വചനം പറയുമ്പോൾ ഇല്ല ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കണം, ഞങ്ങൾ ചൊല്ലും, നിങ്ങൾ ആരും. സ്തോത്രം. എന്ത് ചെയ്താലും ഈ പുസ്തകത്തിൽ തെളിവ് വേണം. ഏത് പ്രവൃത്തി ചെയ്താലും ബൈബിൾ അടിസ്ഥാനത്തിൽ അർത്ഥം ഉണ്ടായിരിക്കണം. സ്തോത്രം. അപ്പൊ അപ്പനോർക്ക് ശുശ്രൂഷയായിരുന്നു. അപ്പസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ബലിയെന്നുള്ള വാക്കുണ്ടെങ്കിലും ബലിയർപ്പണമില്ലായിരുന്നു. അപ്പനോർക്ക് ശുശ്രൂഷയായിരുന്നു. ഹല്ലേലൂയ. ചങ്ക് പറിച്ച കർത്താവ് തന്നെ ആണല്ലേ? സ്തോത്രം. നമ്മുടെ കയ്യിൽ നിന്ന് വല്ല പൈസയും വായിച്ചോ? പാപികളായിരിക്കുമ്പോൾ തന്നെയാണ് കർത്താവ് കുരിശിൽ മരിച്ചത്. ആ കർത്താവിന്റെ ബലിയർപ്പണമെന്ന് പറഞ്ഞ, ഞാൻ സഭയിലായിരുന്നപ്പോ സഭയിലെ ഒരു അച്ഛനുമായിട്ട് വഴക്കുണ്ടായി. അനീതി കണ്ടാൽ ഞാൻ അത് ചോദിച്ചിരിക്കും, വിടത്തില്ലേ. അതാണ് എന്റെ ഒരു സ്വഭാവം. വലിയതോറ പള്ളിയിൽ ഒരു സാധാരണ ഒരു കുർബാന ചൊല്ലാൻ ഞാൻ പോയി. ചെന്നപ്പോഴാണ് അറിഞ്ഞത് ആ കുർബാന ചൊല്ലിക്കുന്ന ആള് പാവപ്പെട്ട ആള്. അതുകൊണ്ട് അവരുടെ അവസ്ഥ മനസ്സിലാക്കി ഞാൻ കുർബാന പണം വാങ്ങിയില്ല. സാധാരണ കുർബാനയ്ക്ക് പോയാൽ അവർ പണം തരും. പള്ളിയിൽ അച്ഛനൊരു ഓഹരി ഉണ്ട്, അത് കൊണ്ടുവന്ന് ആശ്രമത്തിൽ കൊടുക്കണം, സുഖൃതയിൽ കൊടുക്കണം. ഞാൻ കുർബാന കഴിഞ്ഞ് ആശ്രമത്തിൽ ചെന്നപ്പോ സുഖ്രീർ ചോദിച്ചു, എടോ ഇന്ന് കുർബാനയ്ക്ക് പോയ എന്റെ പണമില്ലേ? ഞാൻ പറഞ്ഞ ഞാൻ ഇന്ന് കുർബാന ചൊല്ലിയത് ഒരു പാവപ്പെട്ട മനുഷ്യന് വേണ്ടിയാണ്, ഞാൻ കുർബാന പണം വാങ്ങിച്ചില്ല. തന്നോട് ഇവിടെ ഫ്രീ ആയിട്ട് കുർബാനയല്ല,
ഞാൻ പറഞ്ഞു പാവപ്പെട്ട മനുഷ്യൻ വെച്ച ഭയങ്കര വേണ്ട സ്തോത്രം. കപ്പുജനാശ്രമത്തില് ഒരു പാവപ്പെട്ട മനുഷ്യൻ കുറാനിയെന്ന് പറഞ്ഞ് ഒരറ്റച്ചന്മാർ പട്ടിണി കിടക്കത്തില്ല. സ്തോത്രം. എന്റെ കർത്താവ് തന്നെ പറിച്ചു തന്നതാ. ഒരു നയാ പൈസ അതിന് വേണ്ടി വാങ്ങിച്ചില്ല. ബഹുമാനപ്പെടണം എന്നുള്ള ആ ഒരു കാര്യം വരുന്നത് അച്ഛന്റെ അനുദിന ചെലവ് നടത്താൻ വേണ്ടി വാങ്ങിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നുണ്ടല്ലോ കർത്താവ് വന്നാലും കുർബാന ഒരു തീരത്തില്ല. അതിനു മാത്രം കുർബാനയാണ് വാങ്ങിച്ച് ബാങ്കിൽ ഇട്ടിരിക്കുന്നത്. മനസ്സിലായോ? സ്തോത്രം. പണ്ട് ഒരു വ്യക്തിക്ക് ഒരു കുർബാന ഉള്ളത് ഇപ്പോൾ 10-15 പേർക്ക് ഒരൊറ്റ. എത്ര രൂപയായി? ഈ ഒരു ലക്ഷ്യത്തിലാണ് ഈ ബലിയർപ്പണം എന്നുള്ള കാര്യം സഭയുടെ അകത്ത് കയറുന്നത്. പാവം ജനത്തിനത് അറിയത്തില്ല. എന്തിനും ബലിയാണ്. മാമോദിസയാക്കി ബലി, ജീവിച്ചിരിക്കുമ്പോ ബലി, മരിച്ചാലും ബലി, എല്ലാ ആഘോഷങ്ങൾക്കും ബലി, ബലിയോട് ബലി. ബോംബെയിൽ ഒരു പള്ളിയിൽ വളർത്തു മൃഗങ്ങൾക്ക് വേണ്ടി വരെ ബലി അർപ്പിച്ചു. അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഒരു പാർട്ടി എനിക്ക് അയച്ചു തന്നു. എന്റെ കട്ടിങ്സിന്റെ കളക്ഷൻ അതുണ്ട്. വീട്ടിലെ വളർത്തു മൃഗങ്ങൾക്ക് വേണ്ടി പോലും ബലിയർപ്പണം. വെറുതെ അർപ്പിക്കില്ല. നല്ല ഗാന്ധി തന്നെ കെട്ടി കൊടുക്കണം. ഞാനിത് പറയുന്നത് ചിലരൊക്കെ സൂചിക്കുന്നില്ല. നീ സൂചിച്ചാലും സൂചിപ്പിച്ചില്ലേ? എന്റെ ദൈവത്തിന്റെ സത്യം സത്യമാണ്. വചനവിരുദ്ധ ആചാര അനുഷ്ഠാനങ്ങൾ കടന്നു വന്ന എന്ന് ഒന്നാമത്തത് AD 3-ാം നൂറ്റാണ്ടിൽ പുരോഹിതന്മാർ ബലിയർപ്പിച്ചു തുടങ്ങി. അതുവരെ അപ്പം നോക്കി ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. 2 AD 300-ൽ മരിച്ചവർക്കായുള്ള പ്രാർത്ഥനയും മരിച്ചവരോടുള്ള പ്രാർത്ഥനയും കുരിശുരൂപവും ഉണ്ടാക്കി വന്ദിക്കുന്ന ശീലവും കൽപ്പന മുഖാന്തരം ആരംഭിച്ചു. അപ്പൊ AD 300-ലാണ് മരിച്ചവർക്കായുള്ള പ്രാർത്ഥനയും മരിച്ചവരോടുള്ള പ്രാർത്ഥനയും കുരിശുരൂപം ഉണ്ടാക്കി വണങ്ങുന്നത് ആരംഭിച്ചത്. ഒരു കാര്യം അതിൽ ശ്രദ്ധിച്ചേ, മരിച്ചവർക്കായുള്ള പ്രാർത്ഥന ബൈബിൾ ഒരിടത്തും പറയാനില്ല മരിച്ചവർക്കായി പ്രാർത്ഥിക്കണം. മരിച്ചവരോടും പ്രാർത്ഥിക്കാൻ വചനമില്ല. യെശയ്യാ പ്രവാചകങ്ങളോട് കർത്താവ് ചോദിക്കാണ്, മരിച്ചു പോയവരോടാണോ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? തോബിത്തിന്റെ പുസ്തകത്തിലും മക്കാരുടെ പുസ്തകത്തിലും അപ്രകാരം പറഞ്ഞിട്ടുണ്ട്. ഇത് മരിച്ചവർക്ക് വേണ്ടി ബലിയർപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ 2 പുസ്തകം ബൈബിളിന്റെ അകത്ത് കയറ്റിയത്. 7 പുസ്തകമാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സത്യം അറിയാത്തത് കൊണ്ട് ആ ആചാരത്തിൽ ഇങ്ങനെ സമമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊരു ഗുണമില്ല എന്നുള്ളതിന്റെ തെളിവ് ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ സ്തോത്രം 31 വരെയുള്ള വാക്യങ്ങൾ. ധനവാൻ ജീവിച്ചത് എയർ കണ്ടീഷണർ സുവിച്ച് മുളച്ച്. ഇന്നത്തെ കാലത്ത് എല്ലാം എയർ കണ്ടീഷൻ. പക്ഷെ മരിച്ചപ്പോ കിട്ടിയത് ഫയർ കണ്ടീഷനാണ്. നോക്കിട്ട് ഫയർ കണ്ടീഷൻ മറക്കില്ല. എന്താണ് ഫയർ കണ്ടീഷൻ? യാതനാസ്ഥൽ. ലാസറസ് പേര് ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നതാണ്. മരിച്ചു.
ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചവൻ അടക്കപ്പെട്ടില്ല, എടുക്കപ്പെട്ടു. വാക്യങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവൻ അടക്കപ്പെടില്ല, എടുക്കപ്പെടും. മരിച്ച് അടക്കപ്പെട്ട് ചെന്നത് യാതനാ സ്ഥലത്താണ്. അവിടെ കിടന്ന് ധനവാൻ മുകളിലോട്ട് നോക്കി. അതുവരെ മുകളിലോട്ട് നോക്കാനോ പ്രാർത്ഥനയ്ക്കുവാനോ ബൈബിൾ വായിക്കാനോ ധനവാന് സമയമില്ലായിരുന്നു. ഈ കാലഘട്ടത്തിലും അങ്ങനെയുള്ള ആൾക്കാർ ഒരു പ്രാർത്ഥനയുണ്ടൊന്ന് വരും. ഇന്നേ വരെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇത്തരത്തിലുള്ള കൈവെട്ടി കഴിക്കാത്ത കൂട്ടത്തിൽ പോകാൻ ഞാൻ വരരുത്, നീ പോവുകയും ചെയ്തു. അവസാനം നിന്റെ എല്ലൊടിയും അയ്യോ എന്ന് പറഞ്ഞാൽ വിളിക്കും. ആകുന്ന കാലത്ത് ഇതെടുത്താൽ ആകാൻ വയ്യാത്ത കാലത്ത് ഇത് നിന്നെ എടുത്തോളൂ. ധനവാന് നോ ടൈം, സമയമില്ലായിരുന്നു. അവസാനം യാതനാ സ്ഥലത്ത് കിടന്നപ്പോ മുകളിലോട്ട് നോക്കി. ഏപ്രാദിന മടിയിൽ തന്റെ മേശന്ന് ഭക്ഷിച്ചവൻ അവിടെ വിശ്രമത്തിൽ എബ്രാഹിമിന്റെ മടിയിലിരിക്കുന്നു. ഉടനെ ധനവാന്റെ പ്രാർത്ഥനയാണ്. ഇബ്രാഹിമച്ച ലാസറിന്റെ വിരലിൽ തൊട്ടത്ത് ഒരു തുള്ളി വെള്ളം എന്റെ നാവിലേക്ക്. സ്തോത്രം. ഒരു പൊതിച്ചോറ് തരണേന്നല്ല, ഒരു തുള്ളി വെള്ളം കിടക്കുന്നത് യാതൊരു സ്ഥലത്താണ്. ചിന്തിക്കുന്നുണ്ട്, ഈ ഒരു തുള്ളി വെള്ളം ഇവിടെ എത്തും. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് കരങ്ങൾ കൊടുത്ത് മുറുക്കിപ്പിടി, കരങ്ങൾ കൊടുത്തിട്ട് മുറുക്കിപ്പിടി. മുഖത്തോട് മുഖം നോക്കി പറ, മരിക്കുമ്പോ ഒരു കുപ്പി വെള്ളമായിട്ട് മരിക്കാൻ പറ. പോണ സ്ഥലത്ത് വെള്ളമില്ല. ഇപ്പൊ എവിടെ പോയാലും ഒരു കുപ്പി വെള്ളമായിട്ടല്ല പോണം. അപ്പൊ വീട്ടുകാരോട് പറഞ്ഞേക്കണം, ഞാൻ മരിക്കുമ്പോ എന്റെ മൂക്കി പഞ്ഞി വെക്കുന്ന സമയത്ത് ഒരു കുപ്പി വെള്ളം എന്റെ പെട്ടിയിൽ കൂടെ വെച്ചേക്കണം. നല്ല മനുഷ്യത്വത്തോടുള്ള ഒരു പ്രാർത്ഥനയല്ലേ, ഒരു തുള്ളി വെള്ളം. അതുകൊണ്ട് ഭരിക്കാൻ കിടക്കുന്ന അമ്മായിയമ്മയെ ആ സമയത്ത് പിന്നെ പകരം വീട്ടാൻ പോകുന്നത് കേട്ടാ, തള്ളേ ഞാൻ വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്, നിങ്ങളെ ഇവിടെ കൊണ്ടിട്ട് തന്നത് ദൈവമാണ്. നിങ്ങളെന്നെ കുറെ വെള്ളം കുടിപ്പിച്ചിട്ടല്ലേ, നിങ്ങളെ ഞാൻ ആസിട്ട് കുടിപ്പിക്കും എന്ന് പറയുന്നത്. അതേപോലെ ദൈവമക്കളുടെ വീടിന്റെ വാതിക്കൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെക്കാൻ പാടില്ല. സ്തോത്രം. ചിലർ വീട്ടില് ആ ബോർഡ് ഇപ്പോഴും അവിടെ ഉണ്ട്, പക്ഷെ പട്ടി ചത്തുപോയി. പക്ഷെ പട്ടിയേക്കാൾ ഷാർപ്പായിട്ടുള്ള വേറൊരു പട്ടി അവിടെ ഉണ്ട്. കുടുംബത്തിലെ അപ്പൻ വീട്ടിലാരെങ്കിലും കയറി വന്നാൽ ചായക്കടയിൽ നമ്മൾ ചായ കുടിക്കുന്നതാണ്. ചായക്കടയിൽ ഒരു ചായ ചോദിച്ചു കഴിഞ്ഞാൽ പകുതി പതേ പകുതി ചായ വയ്ക്കും, നിറച്ച് കൊടുക്കത്തില്ല. പകുതി പതേ പകുതി ചായ. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ ഇന്ത്യയില്ല, പച്ചായിട്ട് കൊടുക്കണം, തൃപ്തിയോടെ കൊടുക്കണം. വന്നിരിക്കണ കയറി ഒന്ന് പോകാൻ വയ്യ എന്നൊന്നും പറഞ്ഞ ആർക്കും കൊടുക്കണം, തൃപ്തിയോടെ കൊടുക്കണം. സ്തോത്രം. ഒരു തുള്ളി വെള്ളം സാധാരണ മനുഷ്യന്റെ ആവശ്യം. ആ പ്രാർത്ഥന വെച്ചാൽ കേൾക്കട്ടെ അല്ലേ? നമ്മുടെ കണ്ടില്ലേ, നമ്മൾ ഭയങ്കര നീതിവാന്മാരാണല്ലോ. സ്തോത്രം. നമ്മുടെ നീതി അങ്ങ് കേറിയിട്ടുണ്ടല്ല. ദൈവം ക്ഷമിക്കാഞ്ഞ പാവം ഇന്ന് മനുഷ്യൻ ഭൂമിയിൽ പെരുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ലൈസൻസ് കൊടുക്കുകയാണ്. ദൈവം ക്ഷമിക്കാഞ്ഞ പാവമാണ് സ്വതോം ഗോമോറയിൽ നടന്നത്. വേണമാണുമായിട്ടുള്ള ജീവിതം, അപലക്ഷണമായിട്ടുള്ള ജീവിതമായിട്ട്. എന്നിപ്പോ
ചില സഭകളും അത് അംഗീകരിച്ചിരിക്കണം. നമ്മൾ അവരോട് അങ്ങനെയുള്ളവരോട് മനുഷ്യത്വം കാണിക്കണം. ഇന്നിപ്പോ ആംഗ്ലിക്കൻ സഭയിൽ ഒരു സ്ത്രീ ബിഷപ്പായി അവര് മറ്റൊരു സ്ത്രീയുമായി ഭാര്യ ഭർത്തൃ ബന്ധം പോലെ ജീവിക്കുന്നവരാണ്. കർത്താവ് ക്ഷമിക്കാൻ പാവം. ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റും, നമ്മളായിട്ട് ക്ഷമിക്കണ്ടേ? അതുകൊണ്ട് എന്താണ് ഇത്തരത്തിലുള്ള പാപങ്ങൾ വർദ്ധിക്കുന്നത്? ലോകം മുഴുവൻ പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള പാപം ലൈസൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ധനവാൻ മരിച്ച് പ്രാർത്ഥിച്ചത് ഒരു തുള്ളി വെള്ളം. എബ്രാം കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാം. എബ്രാം പറഞ്ഞെന്താണ്? പോരെ, ഞങ്ങൾക്ക് നിങ്ങൾക്ക് തമ്മിൽ വലിയ വിടവുണ്ട്. ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആർക്കെങ്കിലും നീ കിടക്കുന്ന സ്ഥലത്ത് വരാനോ നീ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരുവാനോ ഉച്ചത്തിൽ പറ, സാധ്യമല്ല. അതിന്റെ പച്ച മലയാളം. മരിച്ചതിന് ശേഷം ആർക്കും ആരെയും പ്രാർത്ഥിച്ച് അങ്ങ് മുകളിലോട്ട് കയറ്റാൻ പറ്റത്തില്ല. ഇത് പള്ളിയിൽ വെച്ച പറയത്തില്ല. പള്ളിയിൽ വെച്ചത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ കഞ്ഞിമുടി മുട്ടും. സ്തോത്രം. ഇതാണ് സത്യം. അടുത്ത പ്രാർത്ഥന എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടുന്ന് ആർക്കും ചെല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല അല്ലേ? ഈ കഴിഞ്ഞ ദിവസം ഈ നവംബർ 2-ാം തീയതി ഒരു പ്രത്യേകത ഉണ്ടല്ലേ? ഒരു പള്ളിയിലെ കുർബാന മധ്യ അച്ഛൻ പ്രസംഗിക്കണം. ലക്ഷക്കണക്കിന് ജനങ്ങളാണ്, ആത്മാക്കളാണ് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നത്. എത്ര ലക്ഷക്കണക്കിന് ഈ ഫുൾ മാസം നമ്മൾ ശുദ്ധീകരണത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യണം. കഴിഞ്ഞ വർഷം നവംബർ മാസം ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു. നവംബർ 2 വാങ്ങിപ്പോയി. അന്നും ശുദ്ധീകരണത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവര് ആരും രക്ഷപ്പെട്ടില്ല. ഇതാരെയും ഇഴുത്തി കാണിക്കാനല്ല, ഇതാണ് സത്യം. മറ്റൊരു സത്യം, ശുദ്ധീകരണ സ്ഥലം എന്നൊരു സ്ഥലം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ കർത്താവ് കാൽവരിയിൽ മരിച്ചത്? എബ്രായരുടെ 10-ാം തീയതി വായിച്ചില്ലേ? എന്നേക്കുമായി നമ്മളെ അവിടുന്ന് പൂർണ്ണരാക്കി കരങ്ങളെടുത്തിട്ട് കർത്താവിന് വളരുന്നത്. ബന്ധന വൈകുവാണ് എന്നെ കേൾക്കുന്ന ഓരോ മക്കളുടെയും കുടുംബത്തെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എന്നേക്കുമായി അവിടെ നമ്മളെ പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോ പിന്നെ യാതനാ സ്ഥലത്ത് കൊണ്ട് തള്ളിയിടുക. നരകം എന്നൊരു സ്ഥലമുണ്ട്. ആ നരകം തന്റെ ചായലും രൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യർക്ക് വേണ്ടിയല്ല. ഓർത്തോമോ? ദുരാത്മശക്തിക്കുള്ളതാണ്, പിശാചിന്റെ സന്തതികൾക്കുള്ളതാണ്. സ്തോത്രം. എന്നാൽ ഈ പുസ്തകം അനുസരിക്കാതെ കണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചാൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെല്ലാം തള്ളപ്പെടും. ഇതനുസരിക്കാനുള്ള പുസ്തകമാണ്. ഈ പുസ്തകം, ദൈവത്തിന്റെ വചനം, ബൈബിള്, പരിശുദ്ധത്വം നമ്മളെ പഠിപ്പിച്ചു തരുമ്പോഴാണ് എന്നേക്കുള്ള ബലിയർപ്പണം കഴിഞ്ഞു. സ്തോത്രം. അപ്പോൾ ലാസർ വന്ന് ധനവാന് വെള്ളം കൊടുക്കത്തില്ല എന്ന് മനസ്സിലാക്കും. അടുത്ത പ്രാർത്ഥനയാണ് പെറ്റീഷൻ ഓഫ് റിച്ച് മാൻ എന്ന് പറയുന്നത്. എന്നാൽ ഏബ്രഹാമച്ച ഈ ലാസറിനെ എന്റെ വീട്ടിലേക്കൊന്ന് പറഞ്ഞു വിടും. അവിടെ എനിക്ക് 5 സഹോദരന്മാരുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, മരിച്ചു കഴിഞ്ഞാല് നമ്മുടെ കാഴ്ച ശക്തി നഷ്ടപ്പെടുന്നില്ലേ? എന്താ തെളിവ്? കിടക്കുന്ന യാതനാ സ്ഥലത്താണ്.
ശരിക്കും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ കരയാനുള്ള സൈഡുമുണ്ട്. ആ നന്നായിട്ട് വൃത്തിയായിട്ട് ചിരിക്കാനുള്ള സ്ഥലം. ചില ചിരിക്കത്തില്ല, കരയത്തില്ല. ഓ മര്യാദ. ഓ എപ്പോഴും ചിരിക്കുന്ന വന്ന ശരിയല്ല. സ്തോത്രം. എബ്രാഹിം വെച്ചാ എന്റെ സഹോദരങ്ങളുടെ എന്റെ കുടുംബത്തിലേക്ക് അവന് എന്റെ കുടുംബം അറിയാം. ഞങ്ങളുടെ മേശന്നാണോ ഭക്ഷിച്ചിരുന്നത്. എന്താ അങ്ങനെ പ്രാർത്ഥിച്ചെന്നറിയാം? എന്റെ അവസ്ഥ എന്റെ സഹോദരങ്ങൾക്കുണ്ടാകരുത്. ജീവിച്ചിരുന്നപ്പോഴും നല്ല മനുഷ്യൻ, മരിച്ചതിന് ശേഷവും നല്ല മനുഷ്യൻ. ഇവിടെ ഇരിക്കുന്നവരുടെ കാര്യം തന്നെ ഞാൻ പറയും. സ്തോത്രം. നമ്മൾ പറയാൻ പോണെന്ന് അവൻ മരിപ്പിടെ വരട്ടെ. വന്ന് ഇവിടുത്തെ അവസ്ഥ ഇവിടെ നടിയിട്ട് ഈ മസിൽ കൊടുത്തായിരിക്കും. പക്ഷെ ധനവാൻ അങ്ങനെയല്ല പ്രവർത്തിച്ച. ഞാൻ എന്റെ അവസ്ഥ എന്റെ സഹോദരങ്ങൾ അനുഭവിക്കുന്നു. അവരുടെ സാക്ഷ്യം പറയുന്നില്ല. ആസനം വിടും. നല്ലൊരു ഡീസന്റ് ആയിട്ടുള്ള പ്രാർത്ഥനയല്ലേ? ആണോ അല്ലേ? നിങ്ങൾ എത്ര മാർക്ക് ധനവാൻ കൊടുക്കും? എത്ര കൊടുക്കും? 100. 100 സ്തോത്രം. പക്ഷേ ഈ പ്രാർത്ഥന മറുപടി എന്താണെന്നറിയാലോ? എന്റെ മോനെ, നിന്റെ സഹോദരങ്ങൾ. അപ്പൊ മറ്റൊരു കാര്യം, ഓർമ്മശക്തി നശിച്ചിട്ടില്ല. സ്തോത്രം. ഓർമ്മശക്തി നശിക്കുന്നില്ല. 5 സഹോദരങ്ങൾ ജീവനോടെ അവിടെ ഇരിക്കുന്നു. ഈ ധനവാൻ അറിയാൻ യുവന്മാരെല്ലാം ഇടിച്ചു പൊളിച്ച് നരകത്തിൽ വരുന്നു. ഒരൊറ്റ കുഞ്ഞ് സ്വർഗത്ത് പോകത്തില്ല നമ്മനറിയും. സ്തോത്രം. അതേപോലെ സ്റ്റാൻഡേർഡുള്ള ആൾക്കാരൊക്കെ ശക്തികുളങ്ങരയിൽ ഉണ്ടെന്നേ. ആ ശക്തികുളങ്ങര മാത്രമല്ല, വീണ്ടുണ്ട്. എന്റെ അവസ്ഥ എന്റെ സഹോദരങ്ങൾക്കുണ്ടാകും. എബ്രാഹിം കൊടുത്ത മറുപടി, നിന്റെ സഹോദരങ്ങൾ നീ കിടക്കുന്ന സ്ഥലത്ത് വരാതിരിക്കാൻ അവിടെ മോശയും പ്രവാചകന്മാരുമുണ്ട്. അവര് പറയുന്നത് നിന്റെ സഹോദരങ്ങൾ അനുസരിക്കട്ടെ. മോശയും പ്രവാചകന്മാരും പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. നീ യാതനാ സ്ഥലത്ത് പോകാതിരിക്കാൻ നിന്റെ വീട്ടിലിരിക്കുന്ന ബൈബിളെടുത്ത് അനുസരിക്കുക. അന്ന് ഇന്ന് ഇതേ എന്റെ സത്യം. സ്തോത്രം. ചിലര് ശുദ്ധീകരണ സ്ഥലത്ത് പോയിട്ട് വന്ന് സന്ദേശപ്പെടുത്തുന്നവർക്കാണ്. സ്തോത്രം. അതൊക്കെ അതേ ഇടപെടലേ വിഴുകാനായിട്ട് കുറെ ആൾക്കാർ ഇരിപ്പെട്ടു. സ്തോത്രം. അല്ല, അങ്ങനെയൊക്കെ ഒരു കാര്യം ഉണ്ടായിരുന്ന പിന്നെ കർത്താവ് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു. സ്തോത്രം. ശുദ്ധീകരണ സ്ഥലത്ത് പോകാതിരിക്കരുത്. പേടിയുടെ ദൈവം നിർമ്മലനായിരിക്കുന്നതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള പാവങ്ങളെല്ലാം ദൈവം ഒന്നുകൂടി റിഫൈൻ ചെയ്ത് ശുദ്ധീകരണത്തിൽ ഇട്ട് ഇങ്ങനെ ശുദ്ധി ചെയ്തിട്ട് അങ്ങോട്ട് പൊക്കിവിടും. മനുഷ്യന്റെ പ്രകാരം അങ്ങനെ പൊക്കിപ്പോണമെങ്കിൽ യാക്കോബുകാരുടെ ആചാരം പ്രകാരം 40 ദിവസം മരിച്ചതിന് ശേഷം ആളിവിടെ ഉണ്ടാകും. 40 ദിവസം. 40 ദിവസം വീട്ടിൽ കട്ടിലിൽ വെള്ളം തുണി വിരിച്ച് ഒരു കുരിശ് വെച്ച് 40 ദിവസം പ്രാർത്ഥനയും. 40ാമത്തെ ദിവസം പള്ളിയിൽ അച്ഛൻ വന്ന ധൂപം കാട്ടി ഇദ്ദേഹത്തിന് അങ്ങോട്ട് പറഞ്ഞു. ഈ ധൂപം കാട്ടുന്ന അന്നത്തെ ചെലവെന്ന് പറയുന്നു പന്നി, പോത്ത്, എരിമ, 2 കിലോന്നാണെന്ന് പറഞ്ഞേ. 1000 പെട്ടിയാ മതി. താറാവ്. ഇതൊരു ആൾഫാറാണെന്നറിയാമോ? തീറ്റിയോട് തീറ്റി. പിന്നെ വരുന്ന അച്ഛന് കൈമണക്കട്ടെ ഒരു 25,000 രൂപയായി. അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലം ഒരു പ്രത്യേക സഭയുടെ ചതിയാണ്. ഈ പുസ്തകം അനുസരിക്കുന്നവന് ശുദ്ധീകരണം ഇല്ല. അവിടെ ഇങ്ങനെ നോക്കിയിട്ട് വരാം, നമുക്ക് ശുദ്ധീകരണം ഇല്ലെന്നോ? ശുദ്ധീകരണം എന്റെ കർത്താവിന്റെ രക്തത്താൽ കഴിഞ്ഞു. അതുകൊണ്ട് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം
അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ആമേൻ. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇപ്പോൾ എപ്പോൾ മൂക്കി പഞ്ഞി വെക്കുന്നതിന് മുമ്പ് ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. പിന്നെ എങ്ങനെയാണ് അച്ഛാ ശുദ്ധീകരണ സ്ഥലത്ത് ഇത്രയും ലക്ഷക്കണക്കിന് ആത്മാക്കള് അവിടെ ഇടിച്ചു പൊളിച്ച് കയറിയത്? നിങ്ങൾ അവരെ വചനം പഠിപ്പിക്കാനുണ്ടല്ലേ? ആമേൻ. ഈ സത്യമായിട്ട് ജനത്തിനെ പള്ളിയിൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും ശുദ്ധീകരണ സ്ഥലത്ത് പോകുമോ? ശുദ്ധീകരണ സ്ഥലം അത് പൗരോഹിത്യത്തിന്റെ ഒരു ചൂഷണമാണ്. രണ്ടേ സ്ഥലം മാത്രമേ. ഒന്ന് സ്വർഗവും നരകവും. ഇതിന്റെ ഇടയിൽ ഒരു അരിപ്പയില്ല. വചനവിരുദ്ധമായ ഈ ആചാരങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് നേട്ടം ആർക്കാണോ അറിയാമോ? ആർക്കാണ്? ആ, സാത്താന് നേട്ടമുണ്ട്. എങ്കിലും അതിന്റെ ലൈവായിട്ടുള്ള ആദായം ആർക്കാണ്? അതുകൊണ്ടാണ് ഹോശയ്യയുടെ പുസ്തകം 4-ാം അധ്യായം 6-ാം തിരുവചനം. ഹോശയ്യ 4:6. എന്റെ ചില നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിച്ചുകൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെ ത്യജിപ്പിക്കും. ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു. ഇതാണ് ദൈവവചനം ജനത്തിൽ നിന്ന് മറച്ചു വെച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ സഭയുടെ അകത്ത് കയറിയത്. സത്യമായിട്ട് ജനത്തിനെ പഠിപ്പിച്ചിരുന്നെങ്കിൽ സ്തോത്രം, ക്രിസ്തുവിൽ സ്വതന്ത്രരായി വിശുദ്ധരായിട്ട് മരിക്കാമായിരുന്നു. മോടികളും കരങ്ങൾ കൊടുക്കും, കരങ്ങൾ മുറുക്കിപ്പിടി ചേർത്തത് നമ്മൾ വിശുദ്ധരാണെന്നാണ്. കർത്താവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട വർഗമാണ് നമ്മൾ. സ്തോത്രം. അപ്പോൾ 300-ലാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും മരിച്ചവരോടുള്ള പ്രാർത്ഥനയും ആരംഭിക്കുന്നത്. AD 320 മെഴുകുതിരി കത്തിച്ചുള്ള പ്രാർത്ഥന. AD 320 മെഴുകുതിരി കത്തിച്ചുള്ള പ്രാർത്ഥന. എത്ര മെഴുകുതിരി കൊണ്ട് കത്തിച്ച് തീർത്തിട്ടുണ്ട്? വെള്ളാങ്കണ്ണി കുരിശിങ്ങനെ മാറിക്കഴിക്കണം. മെഴുകുതിരി കത്തിക്കുന്ന പെണ്ണമ്മ ഒരു കാർ വാങ്ങിച്ചു കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏലിയമ്മ ഇപ്പോഴും കത്തിക്കുക. കൊച്ചിയിലല്ലേ പ്രാന്തം കുരിയച്ചെന്ന് പറഞ്ഞൊരു കുരിശിടിയാണ്. അവിടെ വർഷങ്ങളായിട്ട് മെഴുകുതിരി കച്ചവടം നടത്തിയ 2-3 കാറ് വാങ്ങിച്ചു. അത് ഞാൻ പറയുന്നത് അർത്ഥം മനസ്സിലാക്കാൻ. മെഴുകുതിരി കത്തിച്ച് ശീലമുള്ളവൻ ഇപ്പോഴും കത്തിച്ചുകൊണ്ടിരിക്കുക. പ്രാന്തം കുരിയച്ചന് വല്ല ഗുണമുണ്ട്? ഒരു ഗുണവുമില്ല. ആ പരിസരത്തുള്ള കച്ചവടക്കാർക്ക് ഗുണമാണ്. മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് പറയാം. ദൈവസന്നിധിയിൽ ഒരുങ്ങേണ്ടത് നമ്മുടെ ഹൃദയമാണ്. ഹന്നാമ്മച്ചി പ്രാർത്ഥിച്ചു, മെഴുകുതിരി കത്തിച്ചാണോ? ഹൃദയം നൊന്ത് കരഞ്ഞ് കണ്ണീര് വന്നു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം കൊടുത്തു. ഹന്നാമ്മച്ചിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്തായിരുന്നു? സാമുവേൽ ബാലനെ ദൈവം ഹന്നായുടെ ഗർഭപാത്രം തുറന്ന് കൊടുക്കാൻ കാരണം ഒരു പുരോഹിതൻ ആ കാലത്തുണ്ട്, ഏലി. അദ്ദേഹത്തിന് 2 ആൺമക്കളുണ്ട്. 2 കാറാന്തീർന്ന തറ സാധനങ്ങളാണ്. കർത്താവിന്റെ ശുശ്രൂഷ തുടരാൻ ആളില്ല. ഹന്നയുടെ പ്രാർത്ഥന കേട്ട് ഗർഭപാത്രം തുറന്ന് ബാലനായ ശമൂവേലിനെ പെട്ടു. എന്നും ആ പ്രവാചകൻ നമ്മുടെ കൺമുൻപിൽ നിൽക്കുകയാണ്. കണ്ണീരോടുകൂടിയുള്ള പ്രാർത്ഥന, ഹൃദയം നുറങ്ങിയുള്ള പ്രാർത്ഥന ഉത്തരവുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് അവനെ പ്രസാദിപ്പിക്കാനായിട്ട് ഒന്നും വേണ്ട, ഈ ഹൃദയം മാത്രം. അപ്പൊ മെഴുകുതിരി കത്തിച്ചുള്ള പ്രാർത്ഥന 320 തുടങ്ങി.
AD 350 സൂര്യദേവന്റെ ജന്മദിനമായ പുറജാതികൾ കൊണ്ടാടി വന്ന ഡിസംബർ 25 ക്രിസ്തുവിന്റെ ജന്മദിനമായി ജൂലിയൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. ഡിസംബർ 25 യേശു മരിച്ചതെന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും പള്ളിയിൽ ഏതെങ്കിലും ജനിച്ചത് ഏതെങ്കിലും ഒരു പുരോഹിതൻ പറയുന്ന കേട്ടു? അച്ഛന്മാർക്ക് അറിയാം. എന്താ ഡിസംബർ 25 അവർക്കറിയാം. പിന്നെ ഒരു വഴിക്ക് വരെ ഇരിക്കട്ടെ, ആഘോഷിക്കുന്നത് നല്ലത്. ഡിസംബർ ഇനിയിപ്പോ അടുത്ത മാസം തൊട്ട് എല്ലാ സ്ഥലങ്ങളിലും നക്ഷത്രം ഇങ്ങനെ പോകും. നക്ഷത്രം തൂക്കുന്നതിന്റെ കാരണം ഈ നക്ഷത്രത്തെ നോക്കിയാണ് ജ്ഞാനികൾ കർത്താവിനെ കണ്ടത്, അല്ലേ? അങ്ങനെ കേരളത്തിലെ ജ്ഞാനികൾ ഈ നക്ഷത്രത്തെ നോക്കി യാത്ര ചെയ്യുമ്പോൾ ചെന്ന് നിൽക്കുന്നത് കള്ളിഷാപ്പിന്റെ മുകളിൽ. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം ചെലവാകുന്ന ദിവസമാണ് ഡിസംബർ 25. ഓരോ വർഷം ചെല്ലുന്നതും റെക്കോർഡ് വിൽപ്പനയാണ്. ഡിസംബർ 25 ക്രിസ്ത്യാനിക്ക് ഒരു ഗുണമുണ്ട്, മരിച്ചാൽ കുടിക്കുക, അവൻ ജനിച്ചാൽ കുടിക്കും. ക്രിസ്ത്യാനി കർത്താവ് ജനിച്ചത് നിന്നെ കുടിപ്പിച്ച് വെള്ളം അടിപ്പിച്ച് തലപ്പത്തി കിടത്താനല്ല, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത്രയും കർത്താവ് ജനിച്ചത്. ഡിസംബർ 25 കറക്റ്റ് ഡേറ്റ് ആർക്കും അറിയത്തില്ല, പക്ഷെ ജനിച്ചെന്നറിയാം. അന്നത്തെ ദിവസം നമ്മൾ ആഘോഷിക്കണം. സ്തോത്രം. എങ്ങനെയാണെന്നറിയാമോ? കർത്താവ് നൽകിയ എന്നെ തേടി വന്ന, എന്നെ മാത്രം തേടി വന്ന എന്റെ കർത്താവിന് ഒരു പടി കൂടി നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട്, ഈ വചനത്തിന് അർത്ഥം കൊടുത്തുകൊണ്ട് നമ്മൾ ആഘോഷിക്കണം. ഡെയിലി ക്രിസ്തു ഇവിടെ ജനിക്കണം. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെ വെറുക്കുമ്പോൾ മനസ്സിൽ ദൈവം മരിക്കും. അപ്പോൾ ഡിസംബർ 25 യേശു ജനിച്ചത്. ഹല്ലേലൂയ. ജനിച്ചു. ചരിത്ര സത്യമാണ്. AD 375 ബാലകന്മാരെയും വിശുദ്ധരെന്ന് കരുതുന്ന മരിച്ചവരെയും തിരുസ്വരൂപങ്ങളെയും വണങ്ങണമെന്ന് കൽപ്പനയായി. ഒന്നിന്റെ രൂപം നിർമ്മിക്കരുതെന്ന് കർത്താവിന്റെ കൽപ്പന ആണോ? ഒന്നിന്റെ രൂപം നിർമ്മിക്കണം. 10 കൽപ്പന എത്ര എണ്ണമുണ്ട്? 10 കൽപ്പന എത്ര എണ്ണമുണ്ട്? അതാണ് കാറ്റഗിസം ക്ലാസ്സിൽ 9 ഉള്ളി. പിന്നെ എങ്ങനെയാണ് 9 കൽപ്പന 10 ആക്കി? 10ാമത്തെ കൽപ്പന കുറിച്ച് നിയമമുള്ളത് വെട്ടിയെടുത്ത് മുന്നോട്ടിട്ട് 10 ആക്കി. ഒരു കൽപ്പന അടിച്ചു മാറ്റി. അങ്ങനെയാണ് 10 9 ആയത്. ഏതാണ് കൽപ്പന എന്നറിയാം? ഒന്നിന്റെയും രൂപം അതടിച്ചു മാറ്റി. പക്ഷെ ബൈബിളോ കാറ്റഗിസം ക്ലാസ്സിൽ അതില്ലേ. എന്തിനത് ചെയ്തു? ആ ചതി ചെയ്തത് കൊണ്ടാണ് ഇന്ന് പല കുടുംബങ്ങളും ഈ പിശാചിന്റെ ശാപത്താൽ കുടുംബത്തിൽ കിടക്കുന്നത്. ഒന്നിന്റെ രൂപം നിർമ്മിക്കരുത്. മക്കളെ വിഗ്രഹാരാധനയിൽ നിന്ന് ഓടി അകലുന്നു. ഇല്ല, ഞങ്ങൾ ഉണ്ടാക്കണം. ഒരു ദാനിയേൽ പൂവണ്ണത്തിൽ അച്ഛൻ പറഞ്ഞാണ്, പഴയ നിയമത്തിൽ കണ്ടില്ല, കാണാത്തവരുണ്ടാക്കണ്ട, പുതിയ നിയമത്തിൽ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ഒന്നിന്റെ രൂപം നിർമ്മിക്കരുത്, അവയ്ക്ക് മുമ്പ് പ്രണമിക്കരുത്, അവയെ ആരാധിക്കരുതെന്ന് കർത്താവ് പറയുമ്പോൾ കേരളത്തിൽ ശബരിമലയിൽ അയ്യപ്പന് നേർച്ച കൊടുത്തു വിടുന്ന, മുടങ്ങാതെ നേർച്ച കൊടുത്തു വിടുന്ന ഒരു ബിഷപ്പുണ്ട്. യാക്കോബ ഓർത്തഡോക്സിലെ ബിഷപ്പാണ്.
ആ ബിഷപ്പിന്റെ കുശീലക്കാരൻ, കിച്ചണിലെ ജോലിക്കാരൻ, ഇന്നും അവരെല്ലാ വർഷവും മാലയിട്ട് അങ്ങ് പോകും. എന്നിട്ട് ഈ ബിഷപ്പ് എന്താണ് ഇവരുടെ അടുത്ത് കൊടുത്തു പറയും, എടാ നീ അയ്യപ്പറ്റെത്തിയല്ലോ എന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കണതാ. നോക്കിക്കേ, അപ്പൊ ഇയാൾക്ക് എവിടെയാ യേശുവാരെയായിരുന്നു? ഈ ആൾക്കാരെയൊക്കെ കയറി മുകളിൽ ഇരുന്ന് ജലത്തിന് ഭരിക്കുന്നത്. സ്തോത്രം. അതിന്റെ രൂപം നിർമ്മിക്കരുത് എന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ്. സ്തോത്രം. കൊല്ലത്ത് നാന്തിരിക്കപ്പള്ളിയിൽ ക്രിസ്തീയ പൊങ്കാലയിട്ട ചരിത്രം അറിയോ? നിങ്ങൾ ആരെങ്കിലും കേട്ടോ? മാർട്ടിൻ ഇപ്പോഴാണോ ആ പരിപാടി നടന്നത്? ക്രൈസ്തവ പൊങ്കാലി. ഹിന്ദുക്കൾക്ക് മാത്രം പൊങ്കാലയിൽ കളിച്ചാൽ മതിയ, ഞങ്ങളും പോയി ഇത്തിരി പൊങ്കാല കിട്ടെ. ഹിന്ദുക്കളെ ആചാരം പോലെ ഞങ്ങള് ലിംഗപ്പട്ടം കിട്ടിയതിനു ശേഷം ഡ്രൈ മാസം എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. ഖുർആനെ ചൊല്ലി പഠിക്കുക. ആ സമയത്ത് ഈ ഹിന്ദു ആചാരപ്രകാരം കാവി വസ്ത്രമൊക്കെ ധരിച്ച് ഇങ്ങനെ താഴെ ചമ്പളം മണിഞ്ഞിരുന്ന് ചന്ദനമൊക്കെ തൊട്ട് പൂക്കളൊക്കെ ഓം കളീം ഓം കളീം ഓം കളി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അവര് കാണിക്കുന്നില്ലേ, അതുപോലെ. സ്തോത്രം. അപ്പൊ ഇതാരുടെ വലിയ മതസൗഹാർദ്ദത്തിന് വേണ്ടിയാണ്. ജാതികളുടെ വഴി കണ്ടുപഠിക്കരുത് പറഞ്ഞാൽ കണ്ടുപഠിക്കരുത്. സ്തോത്രം. 28 കിട്ടുന്ന സുവിശീലം അല്ലെ ക്രിസ്ത്യാനി കൊണ്ടല്ലേ ഉണ്ടല്ലോ അല്ലേ? അതിന് പറയുന്ന കുഞ്ഞിന്റെ അരി ഒതുങ്ങാനാ 2 കിട്ടുന്നതാണ്. 98 ഇതുവരെ ഒതുങ്ങിയില്ലേ? നിന്റെ സകല മന്ത്രച്ചേർന്നിലേക്ക് ഞാൻ എതിരാണെന്ന കർത്താവിന് പറഞ്ഞു. ഞാൻ കുറെ ചേർത്ത് കെട്ടിച്ചതാണ്. അർത്തിക്കാൻ പള്ളിയില് അറിയാം, അന്ന് അടിമേടിക്കാനായിട്ട് എക്സ്ട്രാ അച്ഛന്മാരെ വിളി. അതിൽ ഒരാളായിരുന്നു ഞാൻ. അതിപ്പോൾ കപ്പൂച്ചിനാസമത്തിൽ ഒരു അടിമ കെട്ടിക്കുന്നതിന് അന്ന് 5 രൂപയായിരുന്നു. ഇപ്പോഴും എത്രയാണെന്ന് അറിയില്ല. 1 രൂപയും കിട്ടി. ബാക്കി വഴിക്കോ സ്തോത്രം. വെള്ളച്ചെണ്ട ഇല്ലയോ? സബ്സ്റ്റാൻസിന് വെള്ളച്ചെണ്ട, പിന്നെ കറുത്തത്, ചുവപ്പും മഞ്ഞ, കൃപാസനമോടുകൂടി പിന്നെ ഈസ്റ്റ് കളറായി. എന്തെല്ലാ തട്ടിപ്പാണ്. ഈ സത്യം സത്യമായിട്ട് വിളിച്ചു പറയുന്നത് അന്ന് കടന്നു കയറിയ ആചാര അനുഷ്ഠാനങ്ങൾ ഇന്നും ലൈവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കയറ്റിയത് ആരാണെന്ന് അറിയാമോ? ദുരാത്മശക്തിയാണ്. അത് ഇറക്കി പുറത്തുവിടാൻ ഈ പുസ്തകമായിട്ട് പഠിപ്പിക്കണം. വചനം ഉൾച്ചെല്ലുമ്പോൾ ആചാര അനുഷ്ഠാനങ്ങൾ പമ്പോടത്. സ്തോത്രം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പൊന്നുരുതി ആശ്രമത്തിലായിരിക്കുമ്പോൾ അവിടെ ടൗൺ ഹാളിന് അടുത്ത് ഒരു ചായക്കടയുണ്ട്, ഹോട്ടൽ. ആ ചായക്കട കച്ചവടം അധികം നടക്കാത്തത് കൊണ്ട് എന്നെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുപോയി. ഞാൻ ചെന്നപ്പോൾ അവിടെ അന്തോനീസിന്റെ ഒരു ഫോട്ടോ എടുക്കും. അപ്പൊ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഫോട്ടോ എനിക്ക് ഇറക്കി താഴെ വെക്കാൻ. എന്തിനാ ചേച്ചൻ ഇറക്കി പോയി? അതൊരു പോറ്റി തന്ന അച്ഛ, ഒരു പോറ്റി. അതുകൊണ്ട് തന്നെ ഇറക്കി വെക്കാൻ പറഞ്ഞു. സ്കൂട്ടർ എടുപ്പിച്ചിട്ട് ഈ അന്തോനീസിന്റെ പുറമെ ഞാൻ കുത്തിത്തോന്നു. ആ ബാക്കില് തകിട് മന്ത്രവാദം. ജാതികളുടെ വഴി എന്ത് പഠിക്കരുത്. കർത്താവിന്റെ നമ്പർ ഓൺ ദ സ്പോട്ട്.
ഏത് സമയത്തും. ആമേൻ. ഇരെമ്യാ 33:3. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരാം. 7 ദിവസം ക്യൂ നിൽക്കണ്ട. നൊവേനയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. 7 ദിവസം മുടങ്ങാതെ വന്ന് ഞാൻ നൊവേനയിൽ 7 ആഴ്ച മുടങ്ങാതെ വന്ന് ഞാൻ നൊവേനയിൽ സമ്മതിച്ചു. ഒരാഴ്ച മുടങ്ങിപ്പോയാലോ ഒന്നെന്ന് തുടങ്ങണം, അല്ലെങ്കിൽ അന്തോനിസ് സമ്മതിക്കത്തില്ല. ആ സമയത്ത് ഒന്ന് തിരിഞ്ഞ് കർത്താവിനെ വിളിച്ചോ, ഹല്ലേലൂയ. കർത്താവിനെ കടന്നു വരാൻ ഒരു തടസ്സമില്ല. പക്ഷെ വിളിക്കേണ്ടത് പൂർണ്ണ ഹൃദയത്തോടാണ് മാത്രം. ആമേൻ. ഹല്ലേലൂയ. അപ്പോ വചനവിരുദ്ധമായ ആചാരങ്ങൾ, മാലാഖമാരെയും വിശുദ്ധരെന്ന് കരുതുന്ന മരിച്ചവരെയും തിരുസ്വരൂപങ്ങളെ വണങ്ങണമെന്ന് കൽപ്പനയായി. സ്തോത്രം. അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സത്യം അറിയുന്നവർ സ്ലോ അതിൽ നിന്നും മാറുക. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബക്കാരൊക്കെ ഇങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ കെട്ടിക്കിടക്കുമ്പോ നാശം നശിച്ചു പോകും, എടുത്ത കട എന്ന് പറഞ്ഞ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി. സത്യം നമ്മൾ അറിയും. നമ്മൾ ആ സത്യത്തിൽ ജീവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുടുംബക്കാർക്ക് ഒരു വിടുതൽ ഉണ്ടാവും, വിശ്വാസം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. പ്രത്യേകത്തോളം മനുഷ്യനിർമ്മിതമായ ഒന്നിലുമല്ല കർത്താവ് വസിക്കുന്നത്. സ്തോത്രം. സ്തോത്രം. നമ്മളെ സൃഷ്ടിച്ച ദൈവമാണ്. പക്ഷെ ആ ദൈവത്തെ നമ്മൾ സൃഷ്ടിച്ച ഞാൻ താങ്ങുന്നവരെ എന്നെ അനുഗ്രഹിച്ചാൽ എന്താ അവസ്ഥ? ഞാൻ താങ്ങാതെ എന്നെ അനുഗ്രഹിക്കുന്നവരാണ് ദൈവം. ആമേൻ. സ്തോത്രം. വീട്ടിലിരിക്കുന്ന യേശു എന്ന് പറയുന്ന ആ സ്റ്റാച്ചു, അവയ്ക്ക് കൈയുണ്ട് സ്പർശിക്കില്ല, കാലുണ്ട് നടക്കുന്നില്ല, കണ്ണുണ്ട് കാണുന്നില്ല, ചെവിയുണ്ട് കേൾക്കുന്നില്ല, മൂക്കുണ്ട് മണക്കുന്നില്ല. യേശുവാണ്. ആ യേശു ജീവനുള്ള വീട്ടിലെ പട്ടിയെ കൊണ്ട് കടലിയിട്ട് വന്നു. ആര് ആദ്യം കരയ്ക്ക് വരും? ആകെ ജീവനുള്ള പട്ടി. പക്ഷെ ഇത് യേശു അല്ലേ? സ്തോത്രം. ആ ഇപ്പോൾ ദൈവത്തിന്റെ ജീവനുള്ള വചനം ഇരിക്കെ എങ്ങനെ അത് കടന്ന വചനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യം, അതുകൊണ്ടാണ് വീട്ടിലെ ശാപം മാറാത്തത്. വചനം അനുസരിക്കാനുള്ളതാണ്. സ്തോത്രം. വചനം അനുസരിക്കാനുള്ളതാണ്. ഞാൻ ഈ സത്യം കടന്നു പറയുന്നത് പലർക്കും ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ അങ്ങളുടെ ആത്മാവ് നശിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. കാരണം അങ്ങൾക്ക് വേണ്ടി മരിച്ചവരാണ് എന്നോട് സംസാരിക്കുന്നത്. കാരണം ഒരു ആത്മാവിന്റെ വില യേശു ക്രിസ്തുവിന് മാത്രമേ അറിയുള്ളൂ. അങ്കളെ പോലുള്ള വ്യക്തികളെ അടിമകളാക്കി വെക്കാനല്ല, അവന്റെ കെട്ടഴിക്കും, അവൻ പോട്ടെ. ആരാ പറഞ്ഞേ? യേശു. ലാസർ പുറത്തു വന്നവൻ, മരിച്ചവൻ എണീറ്റ് നിൽക്കുകയാണ്, നടക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? ലാസറിന്റെ പാരമ്പര്യം കൊണ്ടുള്ള കെട്ട് കെട്ടി വെച്ചിരിക്കാൻ. കർത്താവ് പറഞ്ഞ അവന്റെ കെട്ടഴി അവൻ പോട്ടെ എന്നാണ്. അല്ലെങ്കിൽ അവനൊക്കെ കാര്യങ്ങൾ വിടുന്നത് സന്തോഷത്തില്ല. മുറുകിപ്പിടി മുഖത്തോളൊക്കെ കർത്താവ് നമ്മുടെ കെട്ടഴിച്ചെന്ന് പറയാം. അതാണ് സന്തോഷം. കർത്താവിന്റെ എന്തെല്ലാം ബന്ധനത്തിലാണ് നമ്മൾ കിടന്നിരുന്നത്. കർത്താവ് നമ്മളെ കെട്ടഴിച്ചു. നാട്ടിൽ ഇങ്ങനെ പറയാം, കയറൂരി വിട്ടിരിക്കണം, ഇതിനെയൊക്കെ കയറൂരി വിട്ടിരിക്കണം. അതെ, സ്തോത്രം. അവനെ പോയി അഴിച്ചോണ്ട് പോവാ, കഴുതിയെ പോയി അഴിച്ചുകൊണ്ട് പോവാ. ആരെങ്കിലും ചോദിച്ചാൽ പറയും യജമാനനെ കൊണ്ടെങ്കില്. അങ്ങനെ പോലെ മതത്തിന്റെ കയറുകൊണ്ട് കിട്ടപ്പെട്ട കഴുതകളായിരുന്നു നമ്മൾ. എന്നാൽ തിരുവചനമാവുന്ന സത്യം നമ്മളെ അഴിച്ച് നമ്മളെ കൊണ്ട് കർത്താവിന്
കൃപകളിച്ച മക്കളുടെ സന്തോഷത്തിന്റെ കരങ്ങളിലേക്ക് എന്നിവരുടെ കുടുംബത്തെ ഒരു കഴുതിയെ പോലെ അഴിച്ച് സകല ബന്ധനങ്ങളും വിശാഖിന്റെ സകല കഴിയുന്ന ക്ഷാമത്തിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് കർത്താവെ നിന്നെ വഹിക്കുവാനും നിന്റെ ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ.